മുസ്ലിം ലീഗുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരൂരങ്ങാടിയിൽ LDF സ്ഥാനാർത്ഥിയായേക്കും. സീറ്റിൽ CPI-യുമായി CPM മലപ്പുറം ജില്ലാ നേതൃത്വം ചർച്ച നടത്തി. ഇന്ന് ലെവൽ CPI മത്സരിക്കുന്ന മണ്ഡലമാണ് തിരൂരങ്ങാടി. PMA സമീറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുകയാണ് രണ്ടത്താണി. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിജയരാഘവന്റെ നല്ല വാക്കുകൾക്ക് നന്ദിയെന്നും രണ്ടത്താണി പറഞ്ഞു. അതിനിടെ പ്രാദേശിക നേതാക്കൾ രണ്ടത്താണിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തി. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണല്ലോ, അത് വളരെ വ്യക്തമാണല്ലോ. അതിനനുസരിച്ച് എനിക്ക് പ്രതികരിക്കാനാവും. ആ പോസ്റ്റ് പിൻവലിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞാൻ പിൻവലിക്കൂലേ? മറ്റൊരു പോസ്റ്റ് വന്നിട്ടില്ലല്ലോ. ഇവിടെ എത്രയോ ആളുകൾ മുമ്പ് വരാറുണ്ട്, ഇന്നും വന്നിട്ടുണ്ട്. എല്ലാം നേരിൽ വന്ന് കാണുന്നവരുണ്ട്. അവർക്ക് എപ്പോഴും വരുന്നവരാ. അല്ല, അദ്ദേഹത്തിൻ്റെ ആ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ആളാണെന്ന ആ നല്ല വാക്കുകൾക്ക് നന്ദി. ലീഗും ഞാനും കൂടി എന്ത് ചർച്ചയുടെ ആവശ്യം? ഞാൻ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഇതിന് ചർച്ച ഉണ്ടോ? ജംഷീർ കൊടിഞ്ഞിയും യൂനുസ് അഹമ്മദും ചേരും. ആദ്യം ജംഷീർ കൊടിഞ്ഞിയിലേക്കാണ്. ജംഷീർ, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറയുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. 2 തവണ MLA ആയ വ്യക്തിയാണ്. പക്ഷെ കഴിഞ്ഞ തവണ അദ്ദേഹം പുനലൂരിൽ പരാജയപ്പെട്ടു പോയിരുന്നു. പക്ഷേ എങ്കിലും അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരിക്കുമ്പോൾ, അതും ഇടതുപക്ഷത്തിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ, അത് മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ഇന്നിപ്പോൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ഇന്നോ നാളെയോ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ ജംഷീർ? അനിഷ, തീർച്ചയായിട്ടും ഔദ്യോഗിക ഒരു പ്രഖ്യാപനം നാളെയോട് കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടു കൂടി അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട 2 കാര്യങ്ങളിൽ ഒന്ന്, അബ്ദുറഹ്മാൻ രണ്ടത്താണി ആ ഇട്ട പോസ്റ്റ്, അതായത് തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് മാറ്റുകയോ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്ന് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇട്ട ഒരു പോസ്റ്റ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടൊരു പോസ്റ്റ് ഇടുകയും പിന്നീട് അത് പിൻവലിക്കുകയും മാറ്റി ഇടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഒരിക്കലും അത് മാറ്റി ഇട്ടിട്ടില്ല, അത് മാറ്റാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അബ്ദുറഹ്മാൻ രണ്ടത്താണി നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ വേദികളിലൊക്കെ വളരെ സജീവമായി സംസാരിക്കുന്ന ഒരു പ്രാസംഗികനാണ്. മുസ്ലിം ലീഗിന്റെ വേദികളിൽ ചാനൽ ചർച്ചകളിലൊക്കെ പ്രതിരോധം തീർക്കുന്ന ഒരു വാക്ചാതുര്യമുള്ള ഷാർപ്പായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ന് 2 തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒരു കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. ഷാർപ്പായ ഉത്തരം, താൻ പോകില്ല എന്നുള്ള ഷാർപ്പായ ഒരു ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. എന്ന് വെച്ചാൽ CPM കൃത്യമായി അദ്ദേഹത്തോട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷം ഒരു പ്രതികരണം അദ്ദേഹം നടത്തും. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അദ്ദേഹം നീങ്ങുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, CPM അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളത്. മറ്റൊരു കാര്യം, PMA സലാം ഒഴികെ, PMA സലാമാണ് അദ്ദേഹം മുതിർന്ന ഒരു ലീഗ് നേതാവ് എന്ന നിലയിൽ PMA സലാം മാത്രമാണ് അദ്ദേഹത്തെ നേരത്തെ ബന്ധപ്പെട്ടിരുന്നത്. മറ്റു സാദിഖലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടില്ല. നേതാക്കന്മാരുടെ തീരുമാനം ഇനി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രാദേശികമായി അവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ പോവുകയാണെങ്കിൽ പോകട്ടെ എന്നൊരു നിലപാട് ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു നിലപാടിലേക്ക് ഇപ്പോൾ ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. KPM മജീദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ അത് വ്യക്തമാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, തിരഞ്ഞെടുപ്പ് പടിവാതിക്കലിൽ എത്തി നിൽക്കുന്ന ഇത്തരം ഒരു ഘട്ടത്തിൽ പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്നത്, അത് പാർട്ടിയുടെ ആരായാലും, അത് ഏത് ഉന്നതരായാലും അവർ പാർട്ടിക്ക് ശത്രുവാണ് എന്നുള്ളത്, അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ നമ്മൾ സാദിഖലി തങ്ങളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അങ്ങനെ വിട്ടുപോകില്ല എന്നാണ് കരുതുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറം അദ്ദേഹത്തെ അന്വയിപ്പിക്കാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹം പോകാൻ സന്നദ്ധത്തെ അറിയിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹം CPM നേതൃത്വവുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളത്. അതായത് ഈ CPM-വുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യം തിരൂരങ്ങാടി വേണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വം CPI നേതാക്കളോട് തിരൂരങ്ങാടി മണ്ഡലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരൂരങ്ങാടി CPIയുടെ മണ്ഡലമാണ്. അവിടെ CPIയുടെ സ്ഥാനാർത്ഥി മത്സര രംഗത്ത് ഉണ്ട്, അദ്ദേഹം പ്രചരണ രംഗത്തുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ
അത് CPM നേതാക്കൾ CPIയുടെ മണ്ഡലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. ആ ചർച്ചയിൽ മണ്ഡലം വിട്ടു നൽകാം എന്നൊരു സന്നദ്ധത CPI അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തിരൂരങ്ങാടിയിലേക്ക് അബ്ദുറഹിമാൻ രണ്ടത്താണി വരും അല്ലെങ്കിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുന്നത്. അബ്ദുറഹിമാൻ രണ്ടത്താണി മുസ്ലിം ലീഗ് വിടുന്നു, അബ്ദുറഹിമാൻ രണ്ടത്താണി ഇനി സഖാവ് അബ്ദുറഹിമാൻ രണ്ടത്താണി ആകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാഹിബിൽ നിന്ന് സഖാവിലേക്ക് നമുക്കറിയാം KT ജലീൽ മുസ്ലിം ലീഗിന്റെ വേദികളിലെ ഉജ്ജ്വല പ്രാസംഗികനായിരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ആവേശ പ്രാസംഗികനായിരുന്നു. പക്ഷേ KT ജലീൽ പിന്നീട് CPMന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു പാരമ്പര്യം CPMനുണ്ട്. വി അബ്ദുറഹിമാൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. നേരത്തെ അൻവർ ഈ നിലമ്പൂരിൽ, അങ്ങനെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഉന്നതരായ നേതാക്കന്മാരെ മറുകണ്ടത്ത് ചാടിച്ച് അവിടെ മത്സരിപ്പിച്ച ഒരു പാരമ്പര്യം എല്ലാ കാലത്തും CPMന് മലപ്പുറം ജില്ലയിലുണ്ട്. അക്കൂട്ടത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ ഒരു നേതാവ്, മുസ്ലിം ലീഗിന്റെ വേദികളിലെ സജീവ സാന്നിധ്യം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ടെലിവിഷൻ ചർച്ചകളിൽ മുസ്ലിം ലീഗിന്റെ പ്രതിരോധിക്കുന്ന വാക്ചാതുര്യം, അത്തരത്തിൽ എല്ലാ നിലയ്ക്കും മുസ്ലിം ലീഗിന്റെ സമുന്നതനായ ഒരു നേതാവ് അബ്ദുറഹിമാൻ രണ്ടത്താണി കൂടി അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ചർച്ചകൾ ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാക്കും. നാളെയായിരിക്കും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുറത്തേക്കുള്ള ഒരു പ്രതികരണം ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്, മലപ്പുറത്തുണ്ട്. മലപ്പുറത്ത് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനുണ്ട്. എല്ലാ നേതാക്കന്മാരും മലപ്പുറത്ത്, ഒരു പ്രമുഖരായിട്ടുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരും മലപ്പുറത്തുണ്ട്. അങ്ങനെയെങ്കിൽ മലപ്പുറത്ത് ഇത് പ്രധാനപ്പെട്ട ചർച്ചയായി കൊണ്ട് തന്നെ പരിഗണിച്ച് അതിനകത്ത് നാളെയോടുകൂടി തീരുമാനമുണ്ടാകും. തിരൂരങ്ങാടിയിലേക്ക് തന്നെ അബ്ദുറഹിമാൻ രണ്ടത്താണി വരും എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തും എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. CPM നേതൃത്വവുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ കൃത്യതയും വ്യക്തതയും ഇല്ലാത്ത ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ അബ്ദുറഹിമാൻ രണ്ടത്താണി എന്ന് പറയുന്നത് കൃത്യമായി ഷാർപ്പായി മറുപടി പറയുന്ന ഒരു നേതാവാണ്. പക്ഷേ ഈ ഒരു മറുപടി, കൃത്യമായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഈ CPM നേതാക്കളുടെ മറുപടിക്കായി കാത്തു നിൽക്കുന്നതിന്റെ ഭാഗമാണ്. ആ മറുപടി കിട്ടുന്ന മുറക്ക് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ പുകഞ്ഞ പൊള്ളി പുറത്ത് എന്ന ഒരു സമീപനം തന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അബ്ദുറഹിമാൻ രണ്ടത്താണി ഇനി LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരൂരങ്ങാടിയിലേക്ക് വരുന്നു.